Welcome back to your online classroom. നമുക്കിന്നൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ 1st January 2009, ആനന്ദ്, ബാലൻ and Chandran entered into a partnership contributing rupees 60,000, rupees 40,000 and rupees 20,000 respectively, and sharing profit and losses in the ratio of 5:3:2. Balan is entitled to a salary of rupees 5,000 and Chandran a commission of rupees 4,000 per year. Interest on capital is to be allowed at 5% per annum. During the year, Anand withdraw rupees 10,000, Balan rupees 6,000 and Chandran rupees 5,000. Interest on drawings was charged rupees 250 on Anand, rupees 150 on Balan and rupees 200 on Chandran's drawings. Profit in 2009 before the above mentioned adjustments was rupees 50,000. You are required to pass necessary journal entries relating to appropriation of profit and prepare the profit and loss appropriation account and the partners capital accounts. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ജനുവരി 1-ാം തീയതിയാണ് ആനന്ദും ബാലനും ചന്ദ്രനും എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000, 40,000, 20,000 ആണ്. അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാനുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:3:2 ആണ്. അപ്പോൾ 5/10 ആനന്ദിന്, 3/10 ബാലൻക്ക്, 2/10 ആർക്ക്, ചന്ദ്രൻക്ക് ഉണ്ടാവും. കാരണം 5 + 3 + 2 = 10. 10ൽ 5 ഭാഗം ആനന്ദിനും 10ൽ 3 ഭാഗം ബാലനും 10ൽ 2 ഭാഗം നമ്മുടെ ചന്ദ്രനും കൊടുക്കണം പ്രോഫിറ്റിൻ്റെ. അതിൽ പറയുന്നുണ്ട് ബാലൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി rupees 5,000 ആൻഡ് ചന്ദ്രൻ വാസ് ഗെറ്റിംഗ് കമ്മീഷൻ ഓഫ് rupees 4,000 per year. പിന്നെ പറയുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്തിട്ടുള്ളത് 5% ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 60,000-ൻ്റെ മുകളിലും 40,000-ൻ്റെ മുകളിലും 20,000-ൻ്റെ മുകളിലും 5% ആണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഡ്യൂറിങ് ദ ഇയർ ആനന്ദ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ വർഷം 10,000 ആനന്ദ് വിഡ്രോ ചെയ്തു, ബാലൻ 6,000 വിഡ്രോ ചെയ്തു, ചന്ദ്രൻ 5,000 വിഡ്രോ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുന്നുണ്ട് ആനന്ദിന് 250, ബാലൻക്ക് 150, ചന്ദ്രൻക്ക് 200 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 50,000 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ ജേണൽ എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് കമ്പനി പ്രിപ്പയർ ചെയ്യാണ്. കമ്പനിക്ക് ഇൻകമുള്ളത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കമ്പനിക്ക് എക്സ്പെൻസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കുലേഴ്സ് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആനന്ദിൻ്റെ ബാലൻ്റെ കോളൊന്നും വേണ്ട. ഇത് നമ്മളെ കമ്പനിയുടെ അക്കൗണ്ടാണ്, ഒറ്റ എമൗണ്ട് കോളം മതി. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരുടെയും പേരിൽ ഓരോ കോളംസ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യണം. നമുക്കറിയാം ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര തന്നിട്ടുള്ളത്, 50,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കണം ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് 250, 150, 200 തന്നിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ബാലൻസ് ചെയ്തതിൻ്റെ ശേഷമുള്ളതാണ്, ഷെയർ ഓഫ് ലോസ് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് ലോസ് ആണെങ്കിലാണ് നമ്മൾ ഈ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 60,000-ൻ്റെയും 40,000-ൻ്റെയും 20,000-ൻ്റെയും മുകളിൽ നമ്മൾ 5% കണ്ടെഴുതണം. ആനന്ദിനും ബാലനും ചന്ദ്രനും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതാം. ഇവിടെ നമ്മളോട് ബാലൻക്കാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് സാലറി കാണിക്കുക, ചന്ദ്രൻ്റെ കമ്മീഷൻ കാണിക്കുക, പിന്നെ റിസർവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ലാസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണോ ഷെയർ ഓഫ് ലോസ് ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഞാൻ ആദ്യം പ്രോഫിറ്റ് കാണിക്കുകയാണ്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്, 50,000. പിന്നെ നമുക്ക് എന്ത് കാണിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. ആനന്ദിന് 250 ബാലൻക്ക് 150 നമ്മുടെ ചന്ദ്രൻക്ക് 200 ഇത് മൂന്നും ടോട്ടൽ ചെയ്തിട്ട് ബാക്കി എമൗണ്ട് കുളത്തിൽ നമ്മൾ കാണിക്കുക. 600 റുപ്പീസാണ് വരിക. പിന്നെ നമ്മൾ പ്രോഫോമോ നോക്കി അല്ലെങ്കിൽ നമ്മൾ ഫോർമാറ്റ് നോക്കി പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് അത് നമ്മൾ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡ് നോക്കാം. 2 ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ബാലൻസ് സാലറി. ബാലൻസ് സാലറി 5000. ചന്ദ്രൻസ് കമ്മീഷൻ. ചന്ദ്രന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. 4000 ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. 60,000 മുകളിൽ 5% ആനന്ദ് കൊടുക്കണം. 40,000 മുകളിൽ 5% ആര് കൊടുക്കണം? നമ്മുടെ ബാലൻ കൊടുക്കണം. 20,000 മുകളിൽ 5% ആര് കൊടുക്കണം? നമ്മുടെ ചന്ദ്രൻ കൊടുക്കണം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കുക എത്ര കിട്ടുന്നതെന്നുള്ളത്. 3,000, 2,000 ആൻഡ് 1,000 ടോട്ടൽ 6,000 റുപ്പീസാണ് വരിക. പിന്നെ ഇത്രയും ഐറ്റംസേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കാനുള്ളൂ. 2 ലൈൻ താഴെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. 2 സൈഡും കൂട്ടി നോക്കുക. ഈ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. 50,600 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യേണ്ടത്. നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയില്ല, നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ടാണിത്. ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് എത്ര വരിക നോക്കുക. 35,600 ആണ് വരിക. 35,600 35,600 ഈ 35,600 ഒരാൾക്കുള്ളതല്ല, 3 ആൾക്കുള്ളതാണ്. 3 ആളുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ മാറ്റണം. A, B, C, അതായത് ആനന്ദ്, ബാലൻ, ചന്ദ്രൻ. അതായത് 35,600 5/10, 35,600 3/10, 5:3:2 ആണല്ലോ നമ്മൾ റേഷ്യോ അല്ലേ. പിന്നെ 35,600 2/10. ഇത് നമ്മൾ എന്തിലേക്ക് മാറ്റണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് 17,800 വരും. പിന്നെ 10,680 വരും. പിന്നെ നെക്സ്റ്റ് 7,120 വരും. ഇത്രയുമാണ് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി നോക്കുക. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് എവിടെ നിന്ന് വന്നതാണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. 50,000 രൂപയാണ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആനന്ദിൻ്റെ, ബാലൻ്റെ, ചന്ദ്രൻ്റെ. പിന്നെ ബാലൻ്റെ സാലറി, ചന്ദ്രൻ്റെ കമ്മീഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളോട് 5% കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ 5% കണ്ടതാണ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതെങ്ങനെ വന്നു? നമ്മൾ 2 സൈഡും കൂട്ടി നോക്കി ബാലൻസ് ചെയ്ത എമൗണ്ട് 35,600 35,600 എന്നുള്ളത് ഒരാൾക്കുള്ളതല്ല, 3 ആൾക്കും കൂടി ഉള്ളതാണ്. അതായത് ആനന്ദിനും ബാലനും ചന്ദ്രനും കൂടിയുള്ള എമൗണ്ടാണ്. നമ്മൾ അവരുടെ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 5:3:2 5:3:2 എന്ന റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താണ്. 17,800, 10,680, 7,120 5:3:2. അപ്പോൾ ഈ 5:3:2 5/10 5 + 3 + 2 = 10. അപ്പോൾ 10ൽ 5 ഭാഗം നമ്മുടെ ആനന്ദിനും 10ൽ 3 ഭാഗം നമ്മുടെ ബാലനും 10ൽ 2 ഭാഗം നമ്മുടെ ആർക്ക്? ചന്ദ്രനുമാണ്. അങ്ങനെയാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ മുന്നേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ മുന്നേ നമുക്കിത് നോക്കിയിട്ട് എങ്ങനെ ജേണൽ പറയാൻ കഴിയണം. നിങ്ങൾ ജേണൽ ഇത് നോക്കി പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ജേണൽ സ്വയം എഴുതണം. ജേണൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്കിത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാലൻസ് സാലറി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ചന്ദ്രൻസ് കമ്മീഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ആനന്ദ്സ് ക്യാപിറ്റൽ, ബാലൻസ് ക്യാപിറ്റൽ, ചന്ദ്രൻസ് ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കൊടുത്താൽ മതി, കൂട്ടിയിട്ട് ആ എമൗണ്ട് കാണിച്ചാൽ മതി. പിന്നെ ഇത് ബൈ എന്നുള്ള സൈഡാണ്. ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അങ്ങനെ ജേണൽ നിങ്ങൾ ഫിനിഷ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ അക്കൗണ്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്.
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കൊടുക്കണം. നമ്മളെ ഫോർമാറ്റ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവണം. പാർട്ടിക്കുലേഴ്സ് ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ. പാർട്ടിക്കുലേഴ്സ് ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ. നമുക്ക് ആദ്യം ടു എന്ന സൈഡും ബൈ എന്ന സൈഡും ഇട്ട് വെക്കാം. ബൈ എന്ന സൈഡിൽ നിന്ന് തുടങ്ങാം, അതായത് ഇൻകം സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബൈ ക്യാഷ്, അവരെത്ര ക്യാഷാണോ കൊണ്ടുവന്നത് 60,000 ആൻഡ് 40,000 ആൻഡ് 20,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ നമ്മൾ കണ്ട് വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടു വെച്ചിട്ടുള്ളത്? നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നോക്കിയാൽ മനസ്സിലാവും. 3,000, 2,000 ആൻഡ് 1,000. 3,000, 2,000 ആൻഡ് 1,000. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 17,800, 10,680, 7,120. ഇത് മൂന്നും നമ്മൾ കണ്ടുവച്ചതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക്, അതായത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതാം. ആദ്യം അവരുടെ ഡ്രോയിങ്സ്, അതായത് ആനന്ദ് പിൻവലിച്ചിട്ടുണ്ട് 10,000 രൂപ, ബാലൻ പിൻവലിച്ചിട്ടുണ്ട് 6,000 രൂപ, നമ്മുടെ ചന്ദ്രൻ പിൻവലിച്ചിട്ടുണ്ട് 5,000 രൂപ. പിന്നെ നമ്മൾ എന്ത് കാണിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കണം. 250 ആനന്ദിന്, 150 ബാലന്, 200 ചന്ദ്രന്. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിച്ചു. ഇനി ഇവിടെ സാലറി ആർക്കാണോ ഉള്ളത് അത് നമ്മൾ കാണിക്കണം. ആർക്കാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്? സാലറി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാലനാണ്. എത്രയാണ് ബാലൻ്റെ സാലറി പറഞ്ഞിട്ടുള്ളത്? 5,000 റുപ്പീസാണ്. പിന്നെ നമ്മളോട് ആർക്കാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്? അത് അയാളുടെ കോളത്തിൽ കാണിക്കണം. കമ്മീഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 1 ചന്ദ്രനാണ്. ചന്ദ്രൻ എത്രയാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്? 4,000 റുപ്പീസാണ്. അതുകൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്യാം. രണ്ട് സൈഡും കൂട്ടി നോക്കുക. 2 ലൈൻ ഇറക്കിയിട്ട് വേണം ബാലൻസ് ചെയ്യാൻ, കാരണം ക്യാരി ഡൗൺ നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ, അതായത് 60,000, 3,000, 17,800. ഇത് കൂട്ടി നോക്കുക. അതോടൊപ്പം, അതായത് കൂട്ടിയാൽ എത്ര കിട്ടും നോക്കുക. അതോടൊപ്പം 40,000, 2,000, 10,680, 5,000 ഇത് കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. പിന്നെ 20,000, 1,000, 7,120, 4,000, 4,000 ഇത് കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് ആനന്ദിൻ്റെ കോളത്തിൽ നിന്നും ആനന്ദിൻ്റെ എമൗണ്ട്സ്, അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും ഈ 10,000ഉം 250ഉം കുറക്കണം. ഇവിടെ ബാലൻ്റെ കോളം കൂട്ടിയതിൽ നിന്നും ബാലൻ്റെ ഡെബിറ്റ് സൈഡിലത്തെ എമൗണ്ട് ഏതൊക്കെയാണോ 6,000ഉം 150ഉം അത് രണ്ടും കുറച്ചിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ എഴുതണം. അതോടൊപ്പം ചന്ദ്രൻ്റെ കോളം നമ്മൾ കൂട്ടിയ എമൗണ്ടിൽ നിന്നും ചന്ദ്രൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് 5,000, 200 ആണ്. അപ്പോൾ അതിൽ നിന്നും അതും ലെസ് ചെയ്ത് ആ ഷോർട്ടേജ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവണം. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഒന്നുകൂടി നോക്കുക. ബാലൻസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് മുഴുവൻ കൂട്ടുക. ആനന്ദിൻ്റെ കോളം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക, ബാലൻ്റെ കോളം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക, ചന്ദ്രൻ്റെ കോളം കൂട്ടിയിട്ട് എഴുതുക. ആ സെയിം എമൗണ്ട് നമ്മൾ ഇവിടെയും ആനന്ദിൻ്റെയും ചന്ദ്രൻ്റെയും ബാലൻ്റെയും കോളത്തിൽ കാണിച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ എമൗണ്ടിൽ നിന്നും ചന്ദ്രൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട്, അതേപോലെ തന്നെ ബാലൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട്, അതേപോലെ തന്നെ ആനന്ദിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് ലെസ് ചെയ്തിട്ട്, അതായത് ഈ 10,000ഉം 250ഉം 6,000ഉം 150ഉം 5,000ഉം 200ഉം ഇത് ലെസ് ചെയ്തിട്ട് ആ ഷോർട്ടേജ് ഉള്ള എമൗണ്ട് എത്രയാണോ അത് നമ്മളിവിടെ കാണിക്കുക. ആ കാണിച്ച എമൗണ്ടാണ് നമ്മളെ ബാലൻസ് ക്യാരി ഡൗൺ, അതായത് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബാലൻസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് അത് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചത് ചെയ്യുക. അതോടൊപ്പം ആ ജേണൽസ് ഒന്ന് കാണിക്കുക. ഈ അക്കൗണ്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ജേണൽ പറയാൻ കഴിയും? ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ജേണൽ പറയാൻ കഴിയും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയിങ്സ്, അതായത് ആനന്ദ്സ് ഡ്രോയിങ്സ്, ബാലൻസ് ഡ്രോയിങ്സ് ആൻഡ് ചന്ദ്രൻസ് ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്,
അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, ചന്ദ്രൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആൻഡ് ബാലൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഈ രണ്ടായിട്ടുള്ളൂ ഡെബിറ്റിൽ. ഇത് 2 എന്നുള്ള സൈഡിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പറയാൻ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് പറയാം. ബൈ എന്ന് പറയുന്ന ഐറ്റാണ് നമ്മൾ ആദ്യം കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ചന്ദ്രൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ചന്ദ്രൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആനന്ദ്സ് ക്യാപിറ്റൽ, ബാലൻസ് ക്യാപിറ്റൽ ആൻഡ് ചന്ദ്രൻസ് ക്യാപിറ്റൽ. പിന്നെ ഇവിടെ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് പാർട്ട്ണറാണോ അയാളുടെ പേര് കാണിക്കണം, ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആർക്കാണോ ഇവിടെ കമ്മീഷൻ അയാളുടെ പേരാണ് നമ്മൾ പറയേണ്ടത്, ചന്ദ്രൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു അക്കൗണ്ട് കണ്ടാൽ അല്ലെങ്കിൽ ഒരു ലെഡ്ജറിൻ്റെ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആയാലും കറണ്ട് അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയാലും നമുക്ക് എന്ത് പറയാൻ കഴിയണം? ജേണൽ നമുക്ക് പറയാൻ കഴിയണം. പിന്നെ ഇങ്ക് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് നമുക്ക് ആ അക്കൗണ്ടിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം, ഏത് സൈഡിലാണ് ഇത് പാർട്ട്ണർക്ക് ഇങ്ക് ആണോ, പാർട്ട്ണർക്ക് എക്സ്പെൻസ് ആണോ, നമ്മുടെ ഫേമിന് ഇങ്ക് ആണോ, ഫേമിന് എക്സ്പെൻഡിച്ചർ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനും കഴിയും. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാനും കഴിയും? ജേണൽ പറയാനും കഴിയും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.